ആ നീ എന്താ വിഷമിച്ചിരിക്കുന്നത്? ഒന്നും പറയണ്ട. കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചു. നിനക്ക് ഇതിന് മാത്രം എന്താ ആലോചിച്ചിരിക്കുന്നത്? വീട്ടിലെ കാര്യങ്ങളും എല്ലാം സുഖമില്ല. നീ രാവിലെ എണീറ്റപ്പം വലതു വാക്ക് എണീറ്റെങ്കിൽ വല്ല കുഴപ്പമുണ്ടായിരുന്ന അളിയാ? അങ്ങനെയൊന്നുമില്ല, വലത് കിടന്നും അങ്ങനെയൊന്നും ഇതൊന്നുമില്ല. അല്ലെ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാ ബോറടിച്ച് ചത്തോണ്ടു. നീ എൻ്റെ കൂടെ വാ, നമുക്ക് ഒരു സ്ഥലം വരെ പോയി ടപ്പെന്ന് വരുന്നു വരാം. ഞാൻ വരുന്നത് എൻ്റെ മൂഡ് ശരിയില്ല. ഈ വൈകുന്നേരം നിന്റെ മൂഡ് ശരിയാക്കുന്ന പരിപാടി ഞാൻ ചെയ്തുതരാം. നീ ഇപ്പോഴത്തെ എൻ്റെ കൂടെ വാന്നേ. വൈകുന്നേരം മൂഡ് ശരിയാക്കി തരുമെങ്കിൽ ഓക്കെ. എവിടെ പോവാൻ? എടാ നമ്മളെ ശീലയില്ലേ, അവളെ എനിക്ക് ഒന്ന് കാണാതിരിക്കാൻ പറ്റും. എവിടെ കാണാനാണെങ്കിൽ എന്നെ വിളിക്കില്ല, ഞാൻ പറഞ്ഞു. അളെ നീ അങ്ങനെ പറയരുത്, കാരണം നീ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവന്മാർക്കൊന്നും പറഞ്ഞിട്ട് അവരാരും പറഞ്ഞില്ല. എടാ പ്ലീസ് അളെ, എനിക്ക് അവളെ ഇഷ്ടമായതുകൊണ്ടല്ലേ അളിയാ. വാടാ ഒരിക്കലത്തേക്ക് ഞാൻ നീ കൂടെ പോകുന്നു. ഇന്നും കൂടെ എൻ്റെ ഇഷ്ടം പറയും. അവൾ സമ്മതിച്ചില്ല, ഞാൻ ഇനി അവളെ പോയാൽ പോകും. പ്ലീസ് പ്ലീസ് അളിയാ വാടാ. അവളെ കല്യാണം കഴിഞ്ഞ് അവളെ ഭർത്താവ് മരിച്ചതാണ്. അവൾ ഇന്നാൾക്കും എൻ്റെ മുമ്പ് വെച്ചല്ലേ പറഞ്ഞത് ഇഷ്ടമല്ലെന്ന്. പിന്നെ എന്തിനാണ് പോണത്? എടാ നീ അങ്ങനെ പറയരുത്. എടാ ഭർത്താവ് മരിച്ച ഒരാൾക്ക് ഒരു ജീവിതം വേണ്ടേ? അത് ഞാൻ കൊടുക്കാമെന്ന്, അല്ലാതെ ഞാൻ ചുമ്മാ അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലടാ. ഈ ഒരു പ്രാവശ്യം കൂടെ ഞാൻ വരും, ഇനി എന്നെ വിളിക്കും. സമ്മതിച്ചല്ലേടാ, നീ വന്നേണ് ഇനി ചോദിക്കില്ല. വാ നീ എന്ത് വമ്മണ? ആളെതോ വരുന്നുണ്ട്, പെട്ടെന്ന് പോയി ചോദിക്കണം. പെട്ടെന്ന് ഈ കാര്യം അങ്ങനെ പെട്ടെന്ന് ചോദിക്കാൻ പറ്റില്ല. നീ നില്ലടേ അളിയാ. ഷീജേ സുഖമാണോ? സുഖം. പിന്നെ ഷീജ, ഞാൻ ഇന്നാൾ പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞില്ല. അല്ല, ഞാൻ നിന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞു. ഇന്നാളെ പറഞ്ഞില്ലേ സതീശ, അതിന് വേണ്ടിയിട്ട് ഇനി വരുന്നുണ്ട്. ഷീജ, നിന്റെ വീട്ടിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം. എല്ലാം അറിഞ്ഞു വെച്ച് തന്നെയാണ് നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 3-4 മാസമായി. ഷീജ, നിന്റെ മക്കളാണോ വിഷയം? അവിടുത്തെ ഞാൻ സംസാരിക്കാം. ഞാൻ പറയും വേണ്ട അത് വേണ്ട സതീശ, മക്കളടുത്ത് ഒന്നും സംസാരിക്കണ്ട. ഒരുത്തനെ കെട്ടിയതിൻ്റെ വേദന ഇതുവരെ എനിക്ക് തീർന്നിട്ടില്ല. അത്രയ്ക്ക് അനുഭവിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനോട് താല്പര്യമില്ല സതീശ. ഷീജ, എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണരുത്. ഞാൻ അങ്ങനെയുള്ള ആളല്ല. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ സതീശ പറയണത്. പക്ഷേ അടുത്ത് കഴിയുമ്പം കണ്ടല്ലോ, ഇതൊന്നും അല്ല അവർ ചെയ്യണത്. ഷീജ, അത് വെറും നിൻ്റെ ഒരു തോന്നലാണ്. നിന്നെ അത്രമാത്രം സ്നേഹിക്കണമെന്നാണ് ഇങ്ങനെ പുറകെ നടന്ന് ഇഷ്ടമാണ് നിന്നെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. നിൻ്റെ മക്കളെ എല്ലാവരും, നിൻ്റെ അമ്മ, നിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഞാൻ മൊത്തത്തോടെ ഏറ്റെടുക്കാമെന്ന് ഞാൻ പറയുന്നത്. ഒരു മാറ്റവും വരില്ല. 1-2 വർഷമല്ല, എൻ്റെ ജീവിതകാലം മൊത്തം നിന്നെ ഞാൻ പൊന്നു വളർന്നു. സതീശ, വരണവരെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ പറയണം. ഒരുപാട് കല്യാണം എനിക്ക് വന്നതാണ്. വേണ്ടെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം. അത്രയ്ക്ക് അനുഭവിച്ചെന്താണ് വേണ്ടെന്ന് വെച്ചത്. സതീശ, ആദ്യം ഈ തീരുമാനം നീ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇറങ്ങി തിരിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ബന്ധം വേണ്ടാന്ന് അപ്പോഴേ ഞാൻ കരുതിയതാണ്. അതുകൊണ്ട് ദേവി ഇതൊന്ന് ശല്യം ചെയ്യാൻ പാടില്ല സതീശ. കുട്ടാ, നിനക്കെങ്കിലും നിന്റെ കൂട്ടുകാരനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുത്തൂടെ കുട്ടാ? ഷീജേ, അവനൊന്നും പറയണ്ട. അവൻ എന്നോട് പറഞ്ഞോ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നും. ഷീജ ഉറച്ച തീരുമാനമാണ്. ശരി. സതീശ, അവള് പോണെങ്കിൽ പോട്ട് സതീശ, നീ കളിക്കാതെ എണീച്ചാണ്.